ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ വ്യോമസേനയായ ഇന്ത്യൻ വ്യോമസേന ഇന്നതിൻ്റെ 93ാമത് സ്ഥാപക ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിൻ്റെ വ്യോമശക്തിയുടെ അഭിമാനകരമായ 93 വർഷങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യൻ വ്യോമസേന. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേന താവളത്തിൽ നടന്ന പ്രധാന ചടങ്ങിൽ ധീരയോദ്ധാക്കളുടെ ത്യാഗങ്ങൾക്ക് രാജ്യം ആദരമർപ്പിച്ചു. നഭസ്പർശം ദീപ്തം, ഭാരതത്തിന്റെ ആകാശക്കരുത്ത്, ധീരതയുടെയും ദേശീയാഭിമാനത്തിന്റെയും ദിനം, ഇന്ത്യൻ വ്യോമസേനയുടെ 93ാം സ്ഥാപക ദിനം. 1932 ഒക്ടോബർ 8-നാണ് ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി സ്ഥാപിതമായത്. അന്നു മുതൽ രാജ്യത്തിന്റെ ആകാശാതിർത്തികൾക്ക് കാവലായി ഈ സേനാ വിഭാഗം നിലകൊള്ളുന്നു. ഭാരതീയ വായുസേന സക്ഷം സശക്തം ആത്മനിർഭർ എന്നതാണ് ഈ വർഷത്തെ വ്യോമസേനാ ദിനത്തിന്റെ മുഖ്യ പ്രമേയം. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേന താവളത്തിൽ പ്രൗഢഗംഭീരമായി നടന്ന ഫ്ലൈപാസ്റ്റിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അത്യാധുനിക പോർവിമാനങ്ങളായ റഫാൽ, സുഖോയ് 30, C-17 ഗ്ലോബ് മാസ്റ്റർ, അപ്പാച്ചെ ഗാർഡിയൻ തുടങ്ങിയവ ആകാശത്ത് വർണ്ണാഭമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായ MiG-21 വിമാനത്തിന് ഈ ദിനത്തിൽ വിടവാങ്ങലാദരം നൽകി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർ വ്യോമസേനാംഗങ്ങൾക്കും മുൻ സൈനികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശംസകൾ അറിയിക്കുകയും രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ സേവനങ്ങളെ പ്രകീർത്തിക്കുകയും ചെയ്തു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ മറുപടിയായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നേട്ടങ്ങൾ ഈ വർഷത്തെ ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായി. ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ കൃത്യവും ശക്തവുമായ വ്യോമാക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇത് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി എത്രത്തോളമുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ചടങ്ങിൽ അഭിവാദ്യം സ്വീകരിക്കുകയും രാജ്യസുരക്ഷയിൽ വ്യോമസേനയുടെ പങ്ക് ഊന്നിപ്പറയുകയും ചെയ്തു. ഇതൊരു ആഘോഷം മാത്രമല്ല, കലുഷിതമായ കാലഘട്ടങ്ങളിൽ രാജ്യരക്ഷയ്ക്കായി ജീവൻ നൽകിയ ധീര രക്തസാക്ഷികൾക്കുള്ള പ്രണാമം കൂടിയാണ്. ഓരോ സൈനികന്റെയും യൂണിഫോമിന് പിന്നിൽ സ്വന്തം കുടുംബത്തെയും സൗകര്യങ്ങളെയും ഉപേക്ഷിച്ച് മാതൃരാജ്യത്തിനായി അർപ്പിച്ച ഒരു ജീവിതമുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിലും മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും കരുതലിന്റെ കൈയുമായി ആദ്യമെത്തുന്നത് വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളാണ്. അഫ്ഗാനിലെ രക്ഷാപ്രവർത്തനങ്ങൾ പോലെ മാനുഷിക സേവനത്തിന്റെ മാതൃകകളുമാണ്. ഈ ദിനം രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളർത്താനും യുവതലമുറയ്ക്ക് ധീരതയുടെയും അർപ്പണബോധത്തിന്റെയും പാഠങ്ങൾ പകരാനുമുള്ള അവസരം കൂടിയാണ്. യുദ്ധവിമാനങ്ങളുടെ ചിറകുകളിലേറി പറന്നുയരുന്ന സ്വപ്നങ്ങളെയും അതിനു പിന്നിലെ ആയിരക്കണക്കിന് ഹൃദയങ്ങളുടെ ത്യാഗങ്ങളെയും ഈ ദിവസം നമുക്ക് ഓർമ്മിക്കാം. രാജ്യത്തിന്റെ ആകാശത്തിന് മങ്ങലേൽക്കാതെ കാക്കുന്ന വ്യോമസേനയുടെ ഓരോ അംഗത്തിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ സുദിനത്തിൽ ഷെക്കൈന ന്യൂസിന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. നിങ്ങളുടെ ത്യാഗമാണ് ഞങ്ങളുടെ ധൈര്യം. രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ ധീരജവാന്മാരുടെ സ്മരണയ്ക്ക് മുമ്പിൽ കണ്ണീർ പ്രണാമം. ജയ് ഹിന്ദ്. ന്യൂസ് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.